ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂറാണ് അല്ലേ, നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ. എല്ലാവർക്കും നമ്മുടെ വീടും കാര്യങ്ങളെല്ലാം അറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വീട്. എന്നാലും ഹോം ടൂർ എന്ന രീതിക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം ഇല്ലേ. വാ, അമ്മ അവിടെ നിന്ന് കോവയ്ക്കൊക്കെ പറിക്കും കേട്ടോ. എന്നും കോവയ്ക്ക, ചേമ്പല, ഇനി വീട്ടിലുള്ള മറ്റേ ആ മുളയുടെ ഇല, ഈ ഓലയുടെ മടല്, ഇതൊക്കെ ഉള്ളു ഇനി തിന്നാനായിട്ട്. ബാക്കി എല്ലാം അമ്മ വെട്ടി കറി വയ്ക്കും. എന്നും കോവയ്ക്ക ഉണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ ശരിക്കും ഓക്കെ, നോക്ക് നിറച്ച് പിടിച്ച് കിടപ്പുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറ, വീട്ടിലോട്ട് വന്നത് ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ട്. അയ്യോ ബാ, ഹോം ടൂറാ ഇന്ന്. കോവയ്ക്ക കിട്ടി കേട്ടോ. ഇനിയുണ്ടോ പറിക്കാൻ? എന്തെങ്കിലും വെറൈറ്റി സംഭവം ഉണ്ടാക്കിയാലോ? അതെനിക്കറിയത്തില്ല. എന്നും തോരൻ വെച്ച് തിന്നും അടുത്ത് എന്തെങ്കിലും ഉപ്പിലിടാനാ, അച്ചാറിടാനൊക്കെ കൊള്ളാവോ? അതെനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. ഇത് കോവയ്ക്ക് വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമോ? പച്ചടി ഉണ്ടാക്കുമോ? മീൻകറിയിലൊക്കെ ഇടാൻ പറ്റുമോ? മീൻകറിയിലൊന്നും ഇടാൻ പറ്റത്തില്ല. ബീഫിലൊന്നും ഇല്ലേ? അവിയലിന്റെ അകത്തിടും. അവിയലിലോ? അവിയൽ ഞാൻ തിന്നാറില്ല. താഴെ അയലൊക്കത്തൊക്കെ ചോദിച്ചാൽ പറയാം മതി മതി എന്ന്. എല്ലാരും മടുത്ത്. അമ്മ നാട്ടുകാർക്ക് മൊത്തം കൊടുത്ത് മടുത്ത്. ഇപ്പൊ ആരും പറയൂല, വേണ്ടെന്നേ പറയത്തുള്ളൂ കോവയ്ക്ക. അമ്മക്ക് കോവയ്ക്കയുടെ ഇംഗ്ലീഷ് എന്താന്ന് അറിയാമോ? കോവയ്ക്കയുടെ ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല. എന്താ? ഐവി ഗാർഡ്. ഐവി ഗേള്? ഗേളല്ല, ഐവി ഗാർഡ്. ഇത് മാത്രമല്ല, വേറൊരു വാക്കൂടെ ഉണ്ട്, വെയിറ്റ് ഉള്ളതാ. എന്തോന്ന് അറിഞ്ഞൂടല്ലേ? ഇത് ജർമ്മനാ. അമ്മ ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ടത്. ഓ, എനിക്ക് വയ്യ. ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലാവും. എന്നെ കുറിച്ച് പഠിപ്പിച്ചതാ. പറഞ്ഞുതരട്ടെ? ഓ, അമ്മ ഡ്യൂലിംഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ 14+ ഫോറിൻ ലാംഗ്വേജ് ഉണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഇത് ഫ്രീയാ. 10 പൈസ പോലും ചെലവില്ലാണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ലാംഗ്വേജും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കസിൻസിനെയൊക്കെ കണ്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴായാലും നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുമ്പോഴത്തേനും ഒരു ചെറിയൊരു കുറച്ചിലാണ് ശരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഡ്യൂലിംഗോ. അത് മാത്രമല്ല, ഇവർ പുതിയൊരു ക്യാമ്പയിനും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് തമിഴ് ലാംഗ്വേജിലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ബയോ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീടിനെ പറ്റി 2 വാക്ക് പറ. വീടിനെ പറ്റി 2 വാക്ക്. 2002 വരുന്നത് വീട് ഇവിടെ താമസത്തിന്. നമ്മുടെ ആദ്യത്തെ വീട് ഇതായിരുന്നു കേട്ടോ. ഇങ്ങോട്ടും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ഷെഡൊക്കെ പണിയുന്ന സമയത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത്രയും ഭാഗം പൊളിച്ചു കളഞ്ഞു. എന്നിട്ടാണ് ബാക്കി ഷെഡും കാര്യങ്ങളെല്ലാം പണിഞ്ഞത്. പിന്നെ ഈ ഒരു ചെറിയ ഇടനാഴി, ഇത് ഹാളായിരുന്നല്ലേ? ഇവിടെ ടി വി ഒക്കെ വെച്ചിരുന്നത്. ഇതൊരു മുറി കേട്ടോ. ഇവിടെ അതിനകത്ത് കുറെ പഴയ സാധനങ്ങളും അതും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇങ്ങോട്ടായിരുന്നു അടുക്കള. അതായത് ഇത്രയും ഭാഗം വരുമായിരുന്നു അടുക്കള. അതാണെങ്കിൽ പൂശിയിട്ടൊന്നുമില്ല. അതായത് ഇതുപോലത്തെ മണ്ണായിരുന്നു. ഈ മണ്ണ് ചെളി വെച്ചുണ്ടാക്കിയ വീടാ. രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേന് ഞങ്ങൾ വന്നിരുന്ന് കഴിക്കുന്ന അടുക്കളയിലാണ്. തറ ഇട്ടിട്ടില്ല, ചാണാൻ തളിച്ചതാ. ഞങ്ങൾ അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കും. പിന്നെ ഒരു ഡെസ്ക് ഉണ്ടായിരുന്നു, ഓർമ്മയിട്ടാകുമ്പോ ഗ്യാസ് വെക്കാൻ വേണ്ടി ഒരു ചെറിയ ഡെസ്ക് ഉണ്ട്. അത് ഡെസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാ. പഴയ ഒരു കതവ് എടുത്തിട്ട് 4 മറ്റേ പട്ടികളൊക്കെ വെച്ച് അടിച്ച് എനിക്ക് എല്ലാവരും ഒരു അരകല്ലും സംഭവമൊക്കെ. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് പൂച്ച കയറും. സത്യോ? ഓടിട്ട വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാം. ഇന്ന് വൈകുന്നേരം ആകുമ്പോ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ അകത്ത് കയറിയിട്ട് പാത്രമൊക്കെ തട്ടി പറിച്ചിടും. അന്നൊന്നും ഈ ജനലൊന്നും ഇല്ലല്ലോ, ആ സൈഡിൽ കുടിഞ്ഞു കയറും അടുക്കളയിൽ. രാത്രി എന്നും എണീക്ക് പോയി ഈ സൗണ്ടും കേട്ടിട്ട്. പിന്നെ പാമ്പ് ഇറങ്ങും, പാമ്പ് കയറും. ഓടിട്ട വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം, മിക്ക ദിവസവും രാത്രി വെള്ളം എടുക്കാൻ ചെല്ലുമ്പോ ഇങ്ങനെ ഭിത്തിയെ കൂടെ കയറി വരും. ആ ഭാഗം തേച്ചിട്ടില്ലായിരുന്നു, അങ്ങനെ എത്ര പ്രാവശ്യം കയറി വന്നിട്ടുണ്ട്. അതിന് ഉറങ്ങുമ്പോ പേടി. അതിന് രാത്രി ഞാൻ കിടക്കാൻ നേരത്ത് നിങ്ങൾ കിടക്കുന്ന കട്ടിലിന് കീഴിലും എല്ലാം നോക്കും. പുതപ്പെല്ലാം തട്ടിയിട്ട് നോക്കിയിട്ടേ കിടത്തത്തോളൂ. കാര്യം വല്ലോ കയറി ഇരുന്നാലാന്ന് പറഞ്ഞുകൊണ്ട്. ഈ വീടിന്റെ അകത്ത് തന്നെ എന്റെ അച്ഛൻ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. അച്ഛനങ്ങ് വീട് പണിയായിരുന്നു. കിട്ടുന്ന പൈസ ഒത്തോ കൊണ്ട് വന്ന സമയത്ത് ഓലപ്പരയായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ഈ ഫ്രണ്ട് ഇതൊന്നും തേച്ചിട്ടൊന്നുമില്ല, എല്ലാം കട്ട വെച്ചിട്ട് മൺകട്ട വെച്ച് ഉണ്ടാക്കിയ വീടായിരുന്നു. അതിനകത്ത് കറണ്ട് പോലും ഇല്ലായിരുന്നു, കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വഴിയില്ലായിരുന്നു, നേരെ ഈ ഒരു വഴിയില്ലേ, ഇല്ലായിരുന്നു. നിനക്ക് ഏതാണ്ട് 3-4 വയസ്സായതിന് 4-5 വയസ്സായതിനു ശേഷം അച്ഛൻ JCB പഠിക്കാൻ ഇറങ്ങിയത്. അത് JCB പഠിക്കാനായിട്ട് പോയെന്ന് വെച്ചാൽ ഈ ടിപ്പർ ജോലിക്ക് പോയി JCB ഓടിയ പൈസ കിട്ടത്തില്ല എന്ന് വെച്ചാൽ പഠിക്കാനായിട്ട് പോവല്ലേ. അപ്പം ടിപ്പർ ഓടി പൈസ വീട്ടിൽ നമുക്ക് ചെലവിന് കൊണ്ട് വെച്ചിട്ട് പിന്നെ വണ്ടി JCB ഓടിക്കാൻ പോകും. ഓടിച്ച് പഠിക്കാൻ വേണ്ടിട്ട് അച്ഛൻ ഒരു വട്ടം തമിഴ്നാട്ടിൽ പോയായിരുന്നു, കോയമ്പത്തൂർ എവിടെ പോയിട്ട് പിറ്റേ
ദിവസം തന്നെ തിരിച്ചു നമ്മളെ ആരും ആരെ കാണാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിറ്റേ ദിവസം തന്നെ തിരിച്ചു. ഞങ്ങൾ ഭയങ്കര കരച്ചില്ല. കൊച്ചു രാവിലെ എണീച്ച് വന്നിട്ട് അമ്മ അച്ഛൻ എപ്പോ വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനും ഇച്ചിരി കഴിഞ്ഞപ്പോ കാണാൻ ഒരു ഓട്ടോയ്ക്കകത്ത് അച്ഛൻ വരുന്നത്. അച്ഛൻ വരുന്നത് പറയാം, ഞാൻ അവിടെ പോയി പഠിക്കുന്നില്ലെന്ന്. പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് അച്ഛൻ സ്വന്തമായിട്ട് ഒരു JCB ഒക്കെ മേടിക്കുന്നത്. JCB ഒക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീട് വെച്ചതും പണിഞ്ഞതും എല്ലാം. JCB മേടിച്ചത് തന്നെ കഥകളാതെ നമ്മളെ ജീവിത കഥ ഒരുപാട് കഥകൾ പറയാണെങ്കിൽ ഇഷ്ടംപോലെ കഥകളുണ്ട്. ഒരു തേങ്ങയും കൂടെ വീണ് കേട്ടോ. ഇല്ല കോവയ്ക്ക് കുറച്ചപ്പോ അത് ഇടാൻ തേങ്ങയും കൂടെ കിട്ടി. താങ്ക് യു തെങ്ങ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. വീടിൻ്റെ അകമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇന്ന് ഹോം ടൂർ ആണ്, ഞാൻ കാണിക്കും. ഞാൻ കാണിക്കുമെന്ന്. അല്ലെങ്കിൽ ആദ്യമേ അടുക്കളയിൽ നിന്ന് തുടങ്ങാം. അടുക്കളയിൽ പ്രത്യേകിച്ച് വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ചെറിയ സെറ്റപ്പ്. ആർക്കും അറിയത്തുമില്ല, എല്ലാവരും കാണുന്നതാണ്. ഇഷ്ടംപോലെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ലായിരുന്നു, നേരത്തെ ശവപ്പെട്ടികളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മൊത്തം പിന്നെ അഴിച്ച് കളഞ്ഞ് ഇതുപോലൊക്കെ ആക്കി പെയിന്റ് ഒക്കെ അടിച്ച്. ഇത് നമ്മള് കഴിഞ്ഞതിന് കെട്ടിവെച്ച പുളിയാ, അതൊന്ന് അഴിച്ചു നോക്കിയാലോ? അതഴിച്ചു. ഈ വർഷം പുളി പിടിച്ചിട്ടുണ്ട്. ഉപ്പ് വരിയിട്ട് വെച്ചേക്കിലൊക്കെ കേട്ടാ കെട്ടി വെച്ചേക്കുന്ന. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഉപ്പാടാ. ഉപ്പാണോ ഈ വേറെ കളർ ഇരിക്കുന്നത്? അമ്മ തിന്നേ. അമ്മ തിന്നോ? എനിക്ക് വേണ്ട, കുഴപ്പമില്ല. ഒന്നുമില്ല, അത് ഉപ്പിന്റെ നീരാണ്. ഈ വേറെന്തരാണ് ഇരിക്കുന്നത്? എനിക്ക് വേണ്ട, കുഴപ്പമില്ല. അമ്മ രസം ഉണ്ടാക്കുമ്പോ അതിനകത്തിട്ട് തന്നാ മതി, അപ്പൊ ഞാൻ തിന്നോളാം. ഇനി നല്ലതെന്ന് തോന്നുന്നില്ലേ ഈ മണ്ട ഇങ്ങനെ പിരിവിരായിരിക്കണത്? ഉപ്പാണ് കേട്ടോ. വേറൊരെണ്ണം ഞാൻ കലത്തിട്ട് വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതും അതേണൊക്കെ കേട്ടോ. ഇത് വേറൊരു കളർ. ഇത് കറുത്ത് കടയിൽ നിന്ന് മേടിച്ചതാ അമ്മ? അല്ല, ഇത് എവിടെ ഇരുന്നതാ? ഇത് ഇങ്ങനെ ഇരുന്നോണ്ടായിരിക്കും. ഇതെല്ലാം നമ്മളെ പുളിയാ. ഇതിലെല്ലാത്തിലും ഉപ്പിടോ? നല്ല പുളി. ഇത് ചിലപ്പോ അടിയിലോട്ട് കറുത്ത് കാണും. ബാക്കി ഹോം ടൂർ. ഇനി അടുക്കള ഇല്ല കേട്ടോ, ഈ അടുക്കളയിൽ കാര്യമായിട്ടൊന്നുമില്ല. ഒന്നുമില്ല, അരി അടുപ്പിക്കണം. അരി അടുപ്പ് ഇട്ടിട്ടുണ്ട് അമ്മ. എന്റെ കണലൊക്കെ കിടന്ന് തീയാവുന്നുണ്ട്. പിന്നെ പുകയെടുപ്പുണ്ട് കേട്ടോ. അതിങ്ങനെ പുകയൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ മണ്ടയിലോട്ട് കയറി പോകോളും. പിന്നെ ഈ ഒരു ഭാഗം ഇതാണ് നമ്മുടെ ഹാള്. ഹാൾ അത്യാവശ്യം നല്ല വലുതാണ്. പിന്നെ ഒരു TV ഉണ്ട് 55 ഇഞ്ച്. ഇത് മേടിച്ചിട്ട് ഏതാണ്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഓടുന്നുണ്ട്. നാളത്തെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്റെ നാക്ക് പൊന്നാണ്. സെറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ദിവാങ്കോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടേബിള്. ഇവിടെ ഇരുന്നിട്ടാണ് കൂടുതലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറ്. അവിടെ ഡൈനിങ് ഉണ്ടെങ്കിലും അവിടെ ആരും ഇരിക്കാറില്ല. ഇനി അടുത്ത നമുക്ക് അമ്മയുടെ റൂം കാണിക്കാം. ഞാൻ എല്ലാം പറക്കി ഒതുക്കി വെക്കത്തില്ലായിരുന്നു. ഇതാണ് അമ്മയുടെ ഒക്കെ റൂം. ഇവിടെ ഒരു ചെറിയ ടേബിള്, 2 ടേബിൾ ഉണ്ടല്ലേ? ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് 2 ടേബിൾ. അല്ല, അത് നമ്മള് പഴയതാ, എന്നാലും എടുത്ത് കളയണ്ട. നമ്മൾ പഴയ സാധനങ്ങളൊന്നും എടുത്ത് കളയരുത്. ഒരു അലമാരി ഉണ്ടായിരുന്നല്ലേ? അത് അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒരു സാധനം എടുത്ത് കളയത്തില്ല. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മയ്ക്ക് കിട്ടിയ അലമാരല്ലേ, അമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്തൊരു അലമാരയുണ്ട്. അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ മണ്ട ഇരിക്കുന്ന സാധനങ്ങൾ നോക്കിയേ, മൊത്തം ചപ്പും ചവറും. എല്ലാരും വീട്ടിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ AC ഉണ്ട്. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് AC വെക്കുന്നത് ഈ ഒരു റൂമിലാണ്. AC വെച്ച സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് നേരത്തെ കിടക്കുവായിരുന്നു. കാരണം വീട്ടിൽ ആദ്യമായിട്ട് ഇവിടെ AC വെക്കുന്നത്. അപ്പൊ എത്രയുള്ള അമ്മയുടെ ഒക്കെ മുറി. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ആ ഒരു സൈഡില്. പിന്നെ ഒരു കാര്യം, കിളി അവറക്കുന്ന പെയിന്റ് കംപ്ലീറ്റ് എല്ലായിടത്തും. അത് ഞാൻ മേല് പോയിട്ട് എന്റെ റൂമിൽ അത് കാണിച്ചു തരാം. ഫുള്ള് പോയി കിടക്കും. അതേണ്ട, ഇത് കണ്ടോ, പെയിന്റ് ഒക്കെ എല്ലായിടത്തും ഇളകി പോയിട്ടുണ്ട്. ഈ വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ കോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു. കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തായിരുന്നു. എന്നിട്ടാണ് ഈ ഇതിങ്ങനെ പൊരിഞ്ഞളകുന്നത്. പിന്നെ അവർ എന്തിനാണ് ഈ വാട്ടർ കോട്ടിങ്ങിന്റെ സംഭവമൊക്കെ വെക്കുന്നത് എനിക്കറിയില്ല. ഇത് പിന്നെ ഞങ്ങളുടെ ഗസ്റ്റ് റൂമാണ്. ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഇവിടെയാണ് കിടക്കാറ്. അച്ചാച്ചനുള്ള സമയത്ത് അച്ചാച്ചൻ കിടന്നിരുന്നത് ഈ ഒരു മുറിയിലാണ്. ഇതാണ് അമ്മയുടെ അച്ഛന്റെ ആ പഴയ അലമാര. ഇതുവരെ എടുത്ത് കളഞ്ഞിട്ടില്ലല്ലേ? തുറന്നാണത്. ഗ്ലാസ് ഒക്കെ പോയേട്ടോ. ഓ, തുണിയാ ഗോണമെണ്ണ തുറക്കണ്ട. ബെഡ്ഷീറ്റ്, പഴയ തുണികളൊക്കെ. അപ്പൊ അത്രയൊക്കെ ഉള്ള ഗൈസ് ഈ ഒരു റൂമിൽ. പിന്നെ ഉള്ളത് ഈ ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ മൊത്തം സാധനങ്ങളാണ്. ഈ ടേബിൾ എവിടെ കാണുന്ന അവിടെ മൊത്തം നിരന്ന സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് സ്പേസ്. ഇവിടെ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അമ്മച്ചേ, ഇഞ്ചി, ഉണങ്ങിയ നാരങ്ങ,
മാങ്ങ ആപ്പിളാ ആപ്പിളുണ്ട്. ആപ്പിൾ, ഓറഞ്ച്. നമ്മള് പരസ്യത്തിലൊക്കെ കാണുന്ന ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ? മൊത്തം ഐസ്ക്രീം. നമ്മുടെയൊക്കെ വീട്ടിൽ അരി വെള്ളത്തിൽ ഇട്ടത്, തലേദിവസത്തെ ഉഴുന്ന്, മാവ്. നീ നേരത്തെ പറയാനില്ലായിരുന്നു. ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല ഇന്ന് ഹോം ടൂർ ആണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ അമ്മ നേരത്തെ വൃത്തിയൊക്കെ ആക്കിയിട. അതിന്റെ ആവശ്യമില്ല. വീട് എങ്ങനെയാണോ അതുപോലെ കാണിക്കണം. അതാണ് ശരിക്കും ഹോം ടൂർ. ഇനി നമുക്ക് മണ്ടയിലോട്ട് പോവാം. അമ്മ പോ. അമ്മയാണോ ആദ്യം പോവാനുള്ളത്? നീ നേരത്തെ ഞാൻ അവിടെ എല്ലാ തുണി അതൊക്കെ കിടക്കുക. പോടാർക്കില്ല. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ ഹാള്. നേരത്തെ ഇങ്ങനെ ഫുള്ള് ക്ലീൻ ആയിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഈ കട്ടിലും സാധനങ്ങളൊക്കെ വന്നത്. ഹോള് ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. സാധനങ്ങൾ മൊത്തം നിരത്തി ഇങ്ങനെ കിടക്കുവാണ്. നീ ഇന്നലെ വീഡിയോ ഡാൻസ് എടുക്കാൻ നേരത്ത് ഈ ലൈറ്റ് ഞാൻ ഇന്നലെ പിടിച്ചു വെച്ചതാ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ഇത് എന്റെ ബെഡായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഒരു 2 സ്പീക്കർ ഇരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടും. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് ആദ്യം സ്പീക്കർ മേടിച്ചതാ. ഇവിടെ ആയിരുന്നല്ലോ പ്രാക്ടീസ് ചെയ്യുന്ന ഫുള്ള് ഈ ഹാളിലായിരുന്നു. ഇവിടെ ഒന്നും ഇടത്തില്ലായിരുന്നു. ഫുള്ള് അതാ പറഞ്ഞു. ഈ ഒരു ഹോള് ഫുള്ള് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിടക്കുമായിരുന്നു. ഒറ്റ സാധനങ്ങളില്ലായിരുന്നു. ഞങ്ങള് ഡാൻസ് കളിക്കുന്നത് ഫുള്ള് ഇവിടെ ആയിരുന്നു. മിറർ ഇല്ല കേട്ടോ. മിറർ മേടിക്കാത്തതുകൊണ്ട് ഞങ്ങള് ബാക്കില് തുണി ഇടും. അപ്പൊ അകത്ത് ലൈറ്റ് ഇടുമ്പോഴത്തേന് ഇവിടെ ഒരു കണ്ണാടി പോലെ തോന്നും. ഈ ഒരു ജനല് കണ്ണാടി പോലെ തോന്നും. ഡാൻസ്. പിന്നെ എന്റെ റൂമിലോട്ട് പോയാൽ ബാൽക്കണി കാണിച്ചില്ല. പൊടിയായിരിക്കും. ഒത്തിരി ദിവസം ഇങ്ങോട്ട് ഞാൻ ബാൽക്കണി കാണാനായിട്ട് ഭയങ്കര വ്യൂ ആണ്. ഈ സത്യം പറഞ്ഞ ഈ ഒരു മുള ഉള്ളതുകൊണ്ട് വൈകിട്ട് സമയത്തൊക്കെ നമുക്ക് ഇച്ചിരി നേരം ഒന്ന് പോയി പുറത്തൊക്കെ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന ഒരു ഭാഗമാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് സൈഡ്. മണ്ടയിലോട്ട് കയറി നാട്ടുകാർക്ക് നുണയൊക്കെ പറയാൻ പറ്റും. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇപ്പൊ അങ്ങനെ വരാറില്ല. ഈ ഭാഗത്തേക്ക് അധികം വരാറേ ഇല്ല. ഞാനും ഇവിടെ നിന്ന് വന്ന് ഇരിക്കാറേ ഇല്ല. ഇനി എന്റെ റൂമിലോട്ട് പോവാം. ഇതാണ് സുഹൃത്തുക്കളെ എന്റെ റൂം. ഇതോ ഇരിക്കുന്ന അതാരാ നോക്കൂ. ഇതായിട്ട് എന്റെ പാവക്കുട്ടി കട്ടഭവൻ എന്നാണ് ഇതിന്റെ പേര്. ഞാൻ തന്നെ ഇട്ട പേരാണ്. അതാ ഞാൻ പറഞ്ഞ കേസ്. എന്റെ റൂമിലെ പെയിന്റ് കണ്ടോ? ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ പെയിന്റ് പോയേക്കുന്നത് എന്റെ റൂമിലാണ്. മൊത്തം പോയി. ഇനി ഇതെല്ലാം ഒരച്ച് കളഞ്ഞ് ഒന്നേന്ന് പെയിന്റ് അടിച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി മറ്റേ വോൾ സ്റ്റിക്കറോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ചെയ്താലേ ഇരിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുള്ള കീട്ടുള്ള ഫോട്ടോസ് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് വിത്ത് ഇല. ഇതാണ് എൻ്റെ അലമാര. ഇതിനകത്ത് കുറേ തുണിയും മണിയും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടേബിളും ഇത് തന്നെയാണ്. വേറെ സംഭവമൊന്നുമില്ല. എല്ലാ സാധനവും അതിനകത്ത് തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു TV ഉണ്ട്, ഒരു സൗണ്ട് ബാർ, AC ഉണ്ട്. പിന്നെ കർട്ടൻ മറ്റേ ട്രാൻസ്പെറൻറ്റ് പോലത്തെയാണ്. പക്ഷേ ഈ ഗ്ലാസ് ബ്ലറാണ് കേട്ടോ. പുറത്തുനിന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷെ നല്ല ലൈറ്റ് ആയിരിക്കും റൂമിൽ എപ്പോഴും. ഞാൻ വെട്ടം ഇട്ടില്ലെങ്കിൽ കൂടിയും റൂമിൽ എപ്പോഴും നല്ല ലൈറ്റ് ആയിരിക്കും. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതിലും വൈറ്റ് തന്നെ അടിച്ചേക്കുന്നത്. പിന്നെ എന്റെ പേരൊക്കെ തൂക്കിയൊരു സംഭവം ഉണ്ട്. ഇത് ലൈറ്റ് കത്തോട്ടോ. ഇത് കത്തി. ഇത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. അപ്പൊ അത്ര ഉള്ളത്. സെന്റർ റൂം അടച്ചേക്കാം അല്ലേ. ഇവിടെ മൊത്തം പെയിന്റും ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തൂത്ത് കേട്ടോ തുടച്ച് വൃത്തിയാക്കി ഇടണം. അവിടെ ഈ ഹോൾ അടയ്ക്കണം. ആ ഒരു ഹോളും അടയ്ക്കണം കേട്ടോ. വല്ലതൊക്കെ കയറി ചിലപ്പോ. ഇവിടെ ഉള്ളതില് വലിയ ബെഡ്റൂം, ഈ ബെഡ്റൂമും അമ്മയുടെ അച്ഛന്റെ ബെഡ്റൂമാണ് ഏറ്റവും വലുത്. പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെയും കുറേ മാക്രി സാധനങ്ങൾ പറക്കി ഇട്ടിട്ടുണ്ട്. ബെഡ് സാധനങ്ങള്, വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്ന ഇവിടാണ്. ഈ ഭാഗത്ത് പക്ഷേ കുറച്ച് കാറ്റുണ്ടല്ലേ. നല്ല കാറ്റുണ്ട്. ഇവിടെ അത്യാവശ്യം അധികം വെയിലടിക്കാത്ത സ്ഥലം. ഇവിടെ ഒരു കട്ടില്, ഇവിടെ ഒരു കട്ടില്, എല്ലായിടത്തും കട്ടില. അപ്പൊ ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പ് എന്ന് പറയുന്നത്. മൊത്തം ആക്രി സാധനം കേട്ടോ. പക്ഷെ വേറെ മൊത്തം ആക്രി സാധനമാണല്ലോ അമ്മ. ഇവിടെ ഒന്നും പിന്നെ അധികം ആരും വന്ന് ഇരിക്കാറോ ഇങ്ങോട്ട് കയറാറോ ഒന്നുമില്ല. അമ്മ വല്ലപ്പോഴും തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങോട്ടൊക്കെ വരാറുള്ളൂ. ഇതാണ് വാട്ടർ ടാങ്ക്. ഇതിന്റെ മണ്ടയില് കുറെ തടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരങ്ങുണ്ട്. ഭയങ്കര കുരങ്ങ് ശല്യമാണ്. ഇത് വന്നിട്ട് വെള്ളം അടപ്പ് നീക്കി അടപ്പ് തുറന്നിട്ട് കുരങ്ങ് ഇതിനകത്ത് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും. വൃത്തിയായിട്ട് ഉറങ്ങി. അതുകൊണ്ട് ഇതിന്റെ മണ്ടയിൽ തടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്ന എവിടെയായിരുന്നു? നമ്മള് ടിക്ടോക്കിലെ വീഡിയോസ് എടുക്കുന്നത് ഫുള്ള് ഇവിടെ നിന്നിട്ടായിരുന്നു. അന്ന് ഈ റൂഫും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഡാൻസ് ഒക്കെ എടുക്കാറ്. ഇവിടെ നിൽക്കും അമ്മ വീഡിയോ എടുത്ത്. ഞാൻ എവിടെ അവിടെ ഇരിക്കും. ഞാൻ അവിടെ അവിടെ പോയി നിന്നിട്ട് ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്നെ അവിടെ ഇങ്ങനെ ഇരുത്തിയേക്കും. എത്ര ടേക്ക് എടുത്താ എത്ര പ്രാവശ്യം എടുത്താലും ശരിയാവത്തില്ല. അന്ന് ട്രൈപോഡൊന്നും ഇല്ലായിരുന്നു. കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു, റിയൽമിയുടെ. ആ ഒരു ഫോണിലാണ് ടിക്ടോക്കിൽ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തോണ്ടിരുന്നത്. പിന്നെ ക്യാമറ മേടിച്ചു തന്നെ. പിന്നെ അച്ഛൻ ക്യാമറ മേടിച്ചു തന്നു. പിന്നെ ക്യാമറയിൽ വീഡിയോസ് ഇട്ട്. ബാ ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ ഒന്നുമില്ല, വേറെ മൊത്തം കച്ചടയാണ്. എല്ലാ വീടിന്റെ മണ്ടൊക്കെ ഇങ്ങനെ ആയിരിക്കും. അതെനിക്ക് അറിയത്തില്ല. എനിക്ക് എന്റെ വീടിന്റെ കാര്യത്തിലേ അറിയാവൂ. ഇനി ഓണാവുമ്പോഴത്തേനും മൊത്തം വൃത്തിയാക്കി
സെറ്റ് ആക്കും. അല്ലടാ ഇനിയിപ്പോ ഉത്സവം വരുമല്ലേ നമുക്ക്, അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം വൃത്തിയാക്കും. അതെ, പിന്നെ നമുക്കൊരു പൈപ്പ് ഉണ്ട് മുറ്റത്ത്, അതും കൂടെ കാണിച്ചു. ഇപ്പൊ കാറ്റ് വരും, ഉപയോഗമില്ല. കാറ്റ് വരും. ഫാൻ ഇല്ലാത്ത സമയത്തും ചൂടാവുന്ന സമയത്തും ഞങ്ങൾ ഇവിടെ വന്നിരിക്കും കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട്. കാറ്റുമില്ല. അപ്പൊ കാറ്റും പോയി, അപ്പൊ മൊത്തത്തിൽ നഷ്ടം. വെളിയിൽ 2 ബാത്റൂം ഉണ്ട്, ആ പുറത്ത് ബാക്ക് സൈഡിലും ബാത്റൂം ഉണ്ട് കേട്ടോ. അമ്മയിലും ഉണ്ടാക്കുന്ന വയറിളക്കമായിരിക്കും. ഞാൻ ഉണ്ടാക്കി നിനക്ക് ഇതുവരെ ഇളവിയിട്ടുണ്ട്. അപ്പൊ ഓടി നടന്നിട്ടേ മുറ്റത്താണെങ്കിൽ അവിടെ പോവാ, റൂമിലാടെ അവിടെ പോവാ, ഹോളിലാടെ അവിടെ പോവാ. ശരിയാ, ഓടിയടക്കാം. ചേമ്പലേക്കല്ലേ തിരുന്നാ. അപ്പൊ അത്ര ഉള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ബൈ.